കുറവോ നമ്മുടേതായ വീഴ്ചയോ കൊണ്ടായിരിക്കുകയില്ല. അവരുടേതായ ആ ഒരു പരീക്ഷണമായിരിക്കും, മാതാപിതാക്കളെ പരീക്ഷിക്കുന്നതായിരിക്കും. എന്നാൽ നമ്മുടെ വീഴ്ച കാരണം, നമ്മുടെ അശ്രദ്ധ കാരണം ഒരിക്കലും നമ്മുടെ മക്കൾ നമുക്ക് വിഷമുണ്ടാകുന്ന, തലവേദനയുണ്ടാകുന്ന, അല്ലെങ്കിൽ നമ്മുടെ ദുരന്തം നമ്മൾ തന്നെ വാങ്ങിയെടുക്കുന്നതായ ഒരു ശൈലിയിൽ നിന്ന് മാറേണ്ടതുണ്ട്. മുഅ്മിനീങ്ങളെ, നമുക്ക് എന്തൊക്കെ നഷ്ടമായാലും, കോടികൾ നഷ്ടമായാലും നമുക്കൊരു പക്ഷേ ക്ഷമിക്കാൻ കഴിയും, നമുക്കൊരു പക്ഷേ സഹിക്കാൻ കഴിയും. പക്ഷേ നമ്മൾ പോറ്റി വളർത്തുന്ന മക്കൾ, നമ്മൾ വളർത്തിയെടുക്കുന്ന മക്കൾ നമുക്ക് എതിരായി നമ്മുടെ ശത്രുക്കളായി മാറിയാൽ, മാതാപിതാക്കൾക്ക് ശത്രുക്കളായി മക്കൾ മാറിയാൽ, അവന്റേതായ ഉറക്കം കെടുത്തുന്ന രാത്രികളല്ലേ അവന് സമ്മാനിക്കുന്നത്, അസ്വസ്ഥതയുണ്ടാകുന്ന രാപ്പകലുകളല്ലേ അവർക്ക് സമ്മാനിക്കുന്നത്. വല്ലാത്ത സ്വസ്ഥതയുണ്ടാകും ഒരിക്കലുമില്ല. ഇവനൊന്ന് ചത്തുപോയാലും മരിച്ചു പോയാലും മതി എന്ന് ആഗ്രഹിക്കുന്ന എത്രയോ മക്കളുണ്ട്, എത്രയോ മക്കളുണ്ട്. അതല്ലെങ്കിൽ ഇതൊന്നും ഈ പ്രായങ്ങളൊന്നും കാണാതെ എന്നെ നേരത്തെ അങ്ങ് പിടിച്ചിരുന്നെങ്കിൽ എന്ന് പരിതപിക്കുന്ന എത്രയോ മാതാപിതാക്കളുണ്ട്. പക്ഷേ മരിച്ചു പോയാലും ഈ വിപത്തുകൾ, മരിച്ചു പോയാലും ഈ വിപത്തുകൾ, ഈ മുസീബത്തുകൾ അവിടെ തീരുന്നില്ല എന്ന് അശ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒരാൾ മരിച്ചുപോയി, തന്റെ മകൻ വല്ലാത്ത ചീത്തക്കൂട്ടുകെട്ടിലാണ്, വല്ലാത്ത മോശത്തരത്തിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. മരിച്ചു പോയാൽ എനിക്ക് സ്വസ്ഥമാകി എന്ന് കരുതണ്ട. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന അഅമാലകും തഅറദു അലൽ അഖാരിബികും വഅശായിരികും മിൻ അംവാസ്. നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ബന്ധുമിത്രാദികളിലേക്ക്, കുടുംബത്തിൽപ്പെട്ട ആൾക്കാരിലേക്ക് നിങ്ങളുടേതായ പ്രവർത്തനങ്ങൾ വെളിവാക്കപ്പെടുന്നതാണ്. അത് നന്മയാണ്. നമസ്കാരമുള്ളവരാണ് നമ്മുടെ മക്കൾ, കൃത്യമായി നമസ്കരിക്കുന്നവരാണ്, ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ്, ദിക്റുകളും സ്വലവാത്തുകളും നന്മയായ കാര്യങ്ങളും സൽസ്വഭാവികളുമാണ് എങ്കിൽ നാളെ ഖബറിൽ ചെന്ന് കിടക്കുമ്പോൾ സന്തോഷത്തോടെ അതൊക്കെ കണ്ടുകൊണ്ട് കിടക്കാൻ കഴിയുമെന്ന് അശ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി പഠിപ്പിക്കുമ്പോ നമ്മൾ വളർത്തിയെടുത്ത മക്കൾ നമസ്കാരമില്ലാത്തവരാണ്, സൽസ്വഭാവികൾ ദുസ്വഭാവികളാണ്, താന്തോന്നികളാണ്, ദുഷിച്ചവരാണ്, മോശക്കൂട്ടുകെട്ടുള്ളവരാണ് എങ്കിൽ അതിൻ്റെതായ ആ ഓരോന്നും ഇങ്ങനെ കണ്ടുകിടന്നുകൊണ്ട് അവിടെ പ്രാർത്ഥിക്കുമെന്ന്, അല്ലാഹുവേ ഇവരെയൊക്കെ നമ്മളെ പോലെ സന്മാർഗികളാക്കിയിട്ട് എന്നെ മരിപ്പിച്ചാൽ പോരായിരുന്നു എന്ന് പ്രാർത്ഥിക്കപ്പെടുന്ന ആ ഒരു ദുരവസ്ഥ, ആ ഒരു വല്ലാത്തൊരവസ്ഥ ഖബറിൽ സംജാതമാക്കുമെന്നുള്ള. ഇനി ഖബറും കഴിഞ്ഞും മഹ്ശറയിലെങ്കിലും രക്ഷപ്പെടാമെന്ന് കരുതി, മഹ്ശറയിലെങ്കിലും ഒന്ന് രക്ഷപ്പെടാമെന്ന് കരുതിയാൽ അവിടെയും രക്ഷയില്ല എന്ന വിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വൻ ലക്കും ഫഹ്ദറൂഹും. നിങ്ങളുടേതായ ഭാര്യമാരും നിങ്ങളുടെ മക്കളും നിങ്ങൾക്ക് നാളെ ആഖിറത്തിൽ, നിങ്ങളുടെ പരലോകത്തിൽ